നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ആവേശത്തിലാണല്ലോ. ഈ അവസരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിയ ഒരു സിനിമയെക്കുറിച്ച് പറയാം. സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ത്യാഗോജ്വലമായ ജീവിതവും ഗോവർദ്ധനന്റെയും പാർവതിയുടെയും പ്രണയ സ്വപ്നങ്ങളുടെയും കഥ പറഞ്ഞ പ്രിയദർശൻ മാജിക്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച ഗോവർദ്ധന്റെയും മുകുന്ദിന്റെയും അങ്ങനെ ഒട്ടനവധി ധീരന്മാരുടെ കഥ പറഞ്ഞ ചിത്രമാണ് കാലാപാനി. മൈ ഡിയർ കുട്ടിച്ചാത്തന് ശേഷം മലയാള സിനിമ എന്ന ചെറിയ സിനിമ ഇൻഡസ്ട്രിക്ക് സാങ്കേതിക മികവുള്ള ഒരു മികച്ച സിനിമ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു അണ്ടർറേറ്റഡ് പ്രിയദർശൻ ചിത്രം. കാലാപാനി ആദ്യം ചാർട്ട് ചെയ്തിരുന്നത് 1995 ക്രിസ്മസ് റിലീസിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് 1996 ഏപ്രിലേക്ക് ഇത് മാറ്റുകയായിരുന്നു. അന്നത്തെ കാലത്തെ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ റിലീസിന് മുൻപ് തന്നെ മികച്ച നടൻ ഉൾപ്പെടെ 1995 സംസ്ഥാന അവാർഡുകൾ മുഴുവൻ കാലാപാനി തൂത്തുവാരിയിരുന്നു. 1995 5 നാഷണൽ അവാർഡുകളും അതേപോലെ തന്നെ 7 സംസ്ഥാന അവാർഡുകളും സ്വന്തമാക്കിയ കാലാപാനിയിലെ അഭിനയത്തിന് 1995 നാഷണൽ അവാർഡും നമ്മുടെ മോഹൻലാലിന് കിട്ടിയേനെ. പക്ഷേ അവാർഡ് നിർണയത്തിന്റെ അവസാന റൗണ്ടിൽ കിരീടത്തിലെയും സദയത്തിലെയും അഭിനയത്തിന് മുൻപ് പല വർഷങ്ങളിലും അദ്ദേഹം തഴയപ്പെട്ടതുപോലെ തന്നെ ആ വർഷവും മോഹൻലാൽ തഴയപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി, കാലാപാനി എന്ന ഒറ്റ സിനിമയ്ക്ക് വേണ്ടി കേരളത്തിലെ ഒട്ടുമിക്ക A ക്ലാസ് തിയേറ്ററുകളിലെയും സൗണ്ട് സിസ്റ്റം നവീകരിക്കുക കൂടി ചെയ്തിരുന്നു അന്ന്. ഇക്കാര്യങ്ങൾ ഇന്ന് വളരെ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയായിരിക്കാം. മലയാളത്തിലെ ആദ്യ ഡോൾബി സ്റ്റീരിയോ ചിത്രമായ കാലാപാനിക്ക് വേണ്ടിയാണ് കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും ഡോൾബി സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നത് തന്നെ എന്ന് പറയാം. 1996 റിലീസ് ചെയ്ത ഈ പ്രിയദർശന്റെ സ്വപ്ന ചിത്രത്തിൽ മോഹൻലാൽ, പ്രഭു, തബു, അബരീഷ് പുരി തുടങ്ങിയ വലിയ ഇന്ത്യൻ താരനിരയാണ് അണിനിരുന്നത്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്ന കാലത്ത് ആൻഡമാൻ നിക്കോബാർ ജയിലുകളിൽ അടയ്ക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികൾ അനുഭവിച്ച യാതനകളാണ് ചിത്രത്തിന്റെ പ്രമേയമായി കാണിച്ചത്. പ്രിയദർശന്റെ പതിവ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കാലാപാനി. അതുകൊണ്ട് തന്നെ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു സിനിമ അനുഭവമാണ് കാലാപാനി നൽകുന്നത്. കണ്ണുനീരോടെയും വേദനയോടെയും അല്ലാതെ നമുക്കത് പലപ്പോഴും കണ്ടിരിക്കാനാവില്ല. പ്രീ റിലീസ് പ്രൊമോഷനുകളോട് കൂടി തന്നെ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ കൂടി കാലാപാനി മൊഴി മാറ്റി റിലീസ് ചെയ്തിരുന്നു. അതുവരെ മികച്ച കോമഡി മാസ് റോളുകൾ ചെയ്തിരുന്ന മോഹൻലാലിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയാണ് കാലാപാനിയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത്. ഗോവർദ്ധനന്റെ പ്രണയവും വിരഹവും രാജ്യസ്നേഹവും നിസ്സഹായതയും പ്രതികാരവും ഒക്കെ അത്രത്തോളം സൂക്ഷ്മതയോടെ മനോഹരമായിട്ടാണ് മോഹൻലാൽ സ്ക്രീനിൽ അവതരിപ്പിച്ചത്. 1995-96 കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമയായിരുന്നു കാലാപാനി. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ പോലും 1.5 കോടി രൂപയിൽ നിർമ്മിച്ചിരുന്ന കാലത്താണ് 5 കോടി രൂപയോളം മുതൽ മുടക്കിൽ മോഹൻലാലും ഗുഡ് നൈറ്റ് മോഹനും കാലാപാനി എന്ന ദേശസ്നേഹം തുളുമ്പുന്ന സിനിമ നിർമ്മിച്ചത്. കാലാപാനിയുടെ ഹിന്ദി പതിപ്പിന്റെ റൈറ്റ്സ് അമിതാഭ് ബച്ചന്റെ ABCയിൽ 1 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയിരുന്നത്. അതും കേരളത്തിൽ ഒരു അപൂർവ സംഭവമായിരുന്നു. ഈ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് നമ്മുടെ പ്രിയദർശന് വേണ്ടി വന്നത് 60 ദിവസങ്ങൾ മാത്രമാണ്. 60 ദിവസങ്ങൾ ഊഹിക്കാമല്ലോ അപ്പോൾ ആ ഒരു റേഞ്ച്. ടി ദാമോദരന്റെയും പ്രിയദർശന്റെയും മികച്ച തിരക്കഥ, പ്രിയദർശന്റെ സംവിധാന മികവ്, സന്തോഷ് ശിവന്റെ ഛായാഗ്രഹണം, സാബു ശ്രീലിന്റെ കലാസംവിധാനം, ഇളയരാജയുടെ മികച്ച ഗാനങ്ങളും അതിന്റെ പശ്ചാത്തല സംഗീതവും, മോഹൻലാൽ ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ അഭിനയ മികവും കാലാപാനിയെ ഇന്നും ഒരു എവർഗ്രീൻ കൾട്ട് ക്ലാസിക്കായി നിലനിർത്തുകയാണ്. കാലാപാനിയുടെ ഈ ആദ്യകാലത്തെ ബഡ്ജറ്റ് 2.5 കോടി രൂപയായിരുന്നു. അന്ന് ഒരു ശരാശരി മലയാള സിനിമയ്ക്ക് വന്നിരുന്ന ചിലവ് ഏകദേശം 1 കോടി രൂപയോളം അടുത്തായിരുന്നു. വലിയ ചിലവ് വരുന്ന കാലാപാനിക്ക് വേണ്ടി പണം മുടക്കാൻ പല നിർമ്മാതാക്കളും അന്ന് തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മോഹൻലാൽ സ്വയം കാലാപാനി നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായത്. എന്നാൽ അപ്പോൾ പോലും 2 കോടി രൂപയെ ചിത്രത്തിന് ചിലവാകൂ എന്നാണ് പ്രിയദർശൻ കരുതിയിരുന്നത് അത്രേ. എന്തായാലും ചിലവ് കൂടിയെങ്കിലും മികച്ച രീതിയിൽ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുകയായിരുന്നു. പക്ഷേ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിരുന്നു.
തിയേറ്ററിൽ നിന്ന് വിചാരിച്ചൊരു ഇമ്പാക്ട് കാലാപാനിക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. 2.5 കോടി രൂപ ചിലവാക്കിയ ഈ സിനിമ മുടക്കുമുതൽ തിരിച്ചു പിടിച്ചിരുന്നില്ല. തിയേറ്ററിൽ ഈ സിനിമ സാമ്പത്തിക വിജയമാകാത്തത് പ്രിയദർശനും കൂട്ടർക്കും വലിയ വിഷമമാണ് ഉണ്ടാക്കിയത്. മറ്റു ഭാഷകളിൽ കൂടി കാലാപാനി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അമരീഷ് പുരി, അതേപോലെ തന്നെ തബു, പ്രഭു തുടങ്ങിയ താരങ്ങളെ സിനിമയിലേക്ക് പ്രിയദർശൻ കൊണ്ടുവന്നത്. അമരീഷ് പുരിയുടെ കഥാപാത്രത്തിന്റെ ഷൂ മോഹൻലാൽ നക്കുന്ന ഒരു സീൻ കാലാപാനിയിലൊരു പ്രധാന സീനാണ്. താരപദവിയൊന്നും നോക്കാതെ ഇത്തരം ഒരു സീൻ ചെയ്യാൻ മോഹൻലാൽ തയ്യാറായതിനെ കുറിച്ച് ഒരിക്കൽ പ്രിയദർശൻ സംസാരിക്കുകയുണ്ടായിരുന്നു. ഷൂ നക്കുന്ന ആ സീനിൽ ശരിക്കും മോഹൻലാൽ അമരീഷ് പുരിയുടെ ഷൂ നക്കുക തന്നെയായിരുന്നു. ഷോട്ട് എടുത്തു കഴിഞ്ഞ് അമരീഷ് പുരി മോഹൻലാലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുവെന്നും ലോകത്ത് ഒരു നടനും ഇങ്ങനെ ചെയ്യാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞുവെന്ന് പ്രിയദർശൻ പറയുന്നുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ച കാലാപാനി പക്ഷെ ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിരുന്നു. ഇതിന് പല കാരണങ്ങളും സിനിമാ നിരൂപകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മികച്ച ഒരു സിനിമയായിട്ടും വയലൻസ് കൂടുതലുള്ള ഒരു സിനിമയായിരുന്നു കാലാപാനി. അന്നത്തെ കാലത്ത് വയലൻസ് അത്രമാത്രം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. പല രംഗങ്ങളിലും കഥാപാത്രങ്ങൾ ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്ന സീനുകളുണ്ട്. ഇത് കുടുംബ പ്രേക്ഷകരെ സിനിമ കാണാതിരിക്കുന്നതിന് കാരണമായി എന്നാണ് കരുതുന്നത്. തബു മോഹൻലാൽ തമ്മിലുള്ള ഇന്റിമേറ്റ് രംഗങ്ങളും കുടുംബ പ്രേക്ഷകരെ ഈ സിനിമയിൽ നിന്ന് അകറ്റിയിരുന്നു അത്രേ. ഈ ചെമ്പൂവേ പൂവേ എന്ന ആ സോങ് അത് അന്നത്തെ കാലത്ത് ഭയങ്കര വിവാദമാവുകയും കുട്ടികളെ തിയേറ്ററിലോട്ട് എത്തിക്കുന്നത് വിലക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. കാലാപാനിയോടൊപ്പം 1996 വിഷു സമയത്ത് റിലീസായ സിനിമകളായിരുന്നു ഹിറ്റ്ലറും സല്ലാബും ഒക്കെ. ഈ 2 സിനിമകളെയും പ്രേക്ഷകർ സ്വീകരിച്ചതും കാലാപാനിക്ക് ഒരു തിരിച്ചടിയായിരുന്നു. പക്ഷേ അന്ന് അത്രയും വലിയ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും പിൻകാലത്ത് ടെലിവിഷനിലൂടെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തിയത് മുതൽ ഇന്ന് വരെ കാലാപാനി എന്ന സിനിമ ഭൂരിഭാഗം ആളുകളുടെയും ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ്. മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായതും ചരിത്രപരവുമായിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് ഇത് പറയുന്നത്. പക്ഷേ അന്ന് അത്രയും വലിയ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും പിൻകാലത്ത് ടെലിവിഷനിലൂടെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തിയത് മുതൽ ഇന്ന് വരെ നോക്കിയാൽ കാലാപാനി എന്ന സിനിമ ഭൂരിഭാഗം ആളുകളുടെയും ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ്. മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായതും ചരിത്രപരവുമായ ഒരു സിനിമ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ ആവാത്തതുമായ ഒരു സിനിമയായി കാലാപാനി കാലത്തിന്റെ കടന്നുപോക്കിൽ മാറി. നിങ്ങൾക്ക് കാലാപാനി ഇഷ്ടമല്ലേ? എന്റെയും ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളിൽ ഒന്ന് തന്നെയാണ് കാലാപാനി. എല്ലാ കാലത്തും ഈ സിനിമ ആസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും.